എനിക്ക് കാണണം പ്രകാശിനെ, എനിക്ക് കാണണം, എനിക്ക് പ്രകാശിനെ കാണണം. അയ്യോ ചന്ദ്ര, ചന്ദ്ര, ചന്ദ്ര. ആശാനെ, ചന്ദ്രയോട് ഈ വിവരം എങ്ങനെ പറയുന്നറിയാതെ ആശാൻ വിഷമിച്ചിരിക്കുക. ഏട്ടത്തിയമ്മ ഒന്ന് ഇവിടം വരെ വരാവോ? ശരി, വരാം. ഈശ്വര, എന്ത് പറഞ്ഞാ ഞാൻ അവളെ ആശ്വസിപ്പിക്കും? എന്തിനാ ഞങ്ങളെ പരീക്ഷിക്കുന്നത്? എന്താ ആശാനെ, എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നാളെ കിട്ടൂ. അപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാ ഞാൻ ഈ ആലോചിക്കുന്നത്. ചന്ദ്ര ഇതെങ്ങനെ സഹിക്കുമെന്ന. എപ്പോഴായാലും എങ്ങനെയാണെങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോ പറഞ്ഞില്ലെങ്കിലും നാളെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എടാ, അത് മാത്രമല്ല, അവളെ ഞാനാണ് ഈ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് പോകുന്നത്. അതെന്തിനാടാ? അവള് ജീവിതത്തിൽ എന്ന് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തിനാ ഈശ്വരൻ എന്നോടും എന്റെ പെങ്ങളോടും ഇങ്ങനെ കാണിച്ചത്? എല്ലാം വെറുതെ ആയിപ്പോയില്ലടാ. മധുരയിലേക്ക് താമസം മാറാനിരുന്നവരാ. ഇനി ഇതിന്നൊക്കെ എത്ര കാലം കൊണ്ടാടാ അവളെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുക? ആശാനെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തും എത്തില്ല ആശാനെ. സംഭവിച്ചത് വിധി, അതിനെ തടുക്കാൻ ഈശ്വരന് പോലും ആവില്ല. അച്ഛനമ്മമാര് ശപിച്ച ബലിക്കോടാ. അച്ഛനമ്മമാരൊന്നും അങ്ങനെ ശപിക്കില്ല ആശാനെ. ആര് പറഞ്ഞു? എന്റെ അച്ഛൻ ശപിച്ചിട്ടുണ്ട്, നന്നായി ശപിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്റെ ചന്ദ്രയ്ക്ക് ഇങ്ങനൊരു ഗതി വരില്ല. ഇത് ഞാൻ മുൻകൈ എടുത്ത ബന്ധമാ. അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ച ബന്ധമായിരുന്നെങ്കിൽ അവക്ക് ഇങ്ങനൊരു വിധി വരില്ലായിരുന്നു. ഞാനാണ് അവളോട് ഈ ചതി കാണിച്ചത്. ഞാൻ ഉറപ്പ് കൊടുത്തതാ അവനും ഒത്ത് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന്. എന്നിട്ടത് സാധിച്ചോ? അതാ പറഞ്ഞത്, അച്ഛന്റെ അമ്മയുടെ ശാപം കിട്ടിയ ഒരു കാലത്തും ഗുണം പിടിക്കില്ലാന്ന്. ഈശ്വര, എന്റെ ചന്ദ്ര അവളിതെങ്ങനെ സഹിക്കോടാ? എന്റെ പെങ്ങള് അവള് വിധവയായി പോയല്ലോ. എന്നെ ആ റെസ്റ്റോറന്റ് ഇരുത്തിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയാളെ ഇതുവരെ കാണുന്നില്ല. ഒന്ന് വിളിക്കുന്നു പോലും ഇല്ല. വിളിക്കാൻ ഫോണില്ലല്ലോ, പിന്നെ എങ്ങനെ വിളിക്കാനാ? ഫോണ് പോലും എടുക്കാതെ പ്രകാശ് എവിടെ പോവാനാ? എനിക്കാകെ പേടിയാവുന്നു റാണി. പ്രകാശിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ? അല്ലെങ്കിൽ ഇത്രയും നേരം ഞാൻ റെസ്റ്റോറന്റ് ഒറ്റയ്ക്കാണെന്ന് അറിയാലോ. ശിവേട്ടൻ പോയിട്ടുണ്ടല്ലോ. ഇനി രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും. എങ്കിൽ പിന്നെ ശിവേട്ടനെ വിളിച്ച് പറയാലോ പ്രകാശ് എന്റെ കൂടെ ഉണ്ടെന്ന്. ഇത്രയും സങ്കടം എനിക്ക് ഉണ്ടാവോ? ശിവേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. എന്തോ കുഴപ്പമുണ്ട്, പ്രകാശിന് എന്തോ പറ്റിയിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും അറിയാവോ? എന്നിട്ട് നീ എന്നെ അറിയിക്കാതിരിക്കുന്നതാണോ? നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാ. അങ്ങനൊന്നും ഉണ്ടാവില്ല. കുറച്ചു കഴിയുമ്പോ ശിവേട്ടൻ പ്രകാശിനെ കൂട്ടി വരും. പ്രകാശ് ഒരു ഡോക്ടറല്ലേ. പെട്ടെന്നൊരാൾക്കൊരു അസുഖം ഉണ്ടായാ പ്രകാശിന് അവിടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിക്ക് വയ്യ, തലയൊക്കെ പെരുക്കുന്ന പോലെ തോന്നുക. ചേച്ചി, പ്രകാശിനെ കാണുന്നില്ല ചേച്ചി. ഞാനും പ്രകാശും കൂടെ ഒന്നിച്ച് പുറത്തു പോയതാ.
എന്നെ ഒരു റെസ്റ്റോറന്റിൽ ഇരുത്തിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയ ആളാ. പക്ഷെ ഇതുവരെ ഒരു വിവരവും ഇല്ല. ശിവേട്ട അന്വേഷിച്ചു പോയിട്ടുണ്ട്. മോളെ ചന്ദ്ര, അത് പറയേച്ചി, എന്തെങ്കിലും കുഴപ്പം പ്രകാശിന് സംഭവിച്ചിട്ടുണ്ടോ? അത് ചന്ദ്ര, ഞാൻ പറയുന്നത് മോള് ക്ഷമയോടെ കേൾക്കണം. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറ ചേച്ചി, എന്താ പറ്റിയേ? പ്രകാശിനൊരു ആക്സിഡന്റ് പറ്റി. ഈശ്വരാ, അയ്യോ, എന്നിട്ട് സീരിയസ് ആണോ ചേച്ചി? പറ ചേച്ചി, സീരിയസ് ആണോ? പിന്നെ ഇതിനായിരുന്നു ചേച്ചി ഞങ്ങൾ ഒന്നിപ്പിച്ചത്. എല്ലാരും എതിർത്ത് ഈ വിവാഹം നടത്തിയത് ഇതിനായിരുന്നു. ശാപ, എന്റെ അച്ഛന്റെ അമ്മയുടെ ശാപ. അശ്വനി ചന്ദ്രയെ വിവരം അറിയിച്ചെന്നാ തോന്നുന്നേ. അറിയട്ടെ, കാര്യങ്ങളെല്ലാം അറിയട്ടെ. താങ്ങാനുള്ള കരുത്ത് അവക്ക് ഈശ്വരൻ കൊടുത്തോളും. ഞാൻ എന്തിനാ ചേച്ചി ഇനി ജീവിക്കുന്നത്? എനിക്ക് കാണണം പ്രകാശിനെ, എനിക്ക് ഇപ്പൊ കാണണം. എനിക്ക് പ്രകാശിനെ ഇപ്പൊ കാണണമെന്ന്. എനിക്ക് കാണണം പ്രകാശിനെ, എനിക്ക് കാണണം. എനിക്ക് പ്രകാശിനെ കാണണം. അയ്യോ ചന്ദ്ര, 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 അച്ഛനെ വയ്യടാ, അവളുടെ മുഖം കാണാൻ എനിക്ക് വയ്യ. ചന്ദ്ര, 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 മോളെ ചന്ദ്ര. ദേവി, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോള, പൊന്നും കൂടെ അവള്. എന്റെ മോളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പ് അവളെ എന്നിൽ നിന്നും അകറ്റി. എവിടെ അവള്? സുഖമായിട്ടിരിപ്പുണ്ടോ? എനിക്കൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്നെ ഒന്ന് അമ്മയെന്ന് വിളിച്ചാ മതിയായിരുന്നു. എന്തിനാ ദേവി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നെ?